ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഞാൻ പുതുതായിട്ട് ചെയ്ത ബോട്ടിൽ ആർട്ടിൽ ലൈറ്റ് ഇടാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ലൈറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആമസോണിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഓൾറെഡി എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ ഇതിനകത്ത് അൺബോക്സ് ചെയ്യാൻ ചെയ്തു, പക്ഷേ സാധനം പുറത്തെടുത്തില്ലായിരുന്നു. ഇതിന് എത്ര രൂപയായെന്ന് ആദ്യം പറയാം. 125 രൂപയാണ് കേട്ടോ. ഇതിന് 2 ലൈറ്റ്സ് കിട്ടും. സംഗതി സിമ്പിളാണ്. ഇനി ഇത് തെളിയോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇപ്പം ആമസോണിൽ നിന്നല്ല എവിടെ നിന്ന് സാധനം മേടിച്ച് കഴിഞ്ഞാലും ഭയങ്കര പാക്കിംഗ് ആണ് കേട്ടോ. ഇത് അഴിച്ചു വരുമ്പോൾ തന്നെ അരമണിക്കൂർ പോകും. ഇതാണ് 2 ലൈറ്റ്സ്. എനിക്കിതിനകത്ത് ലൈറ്റ് ഇട്ട് കാണാനുള്ളൊരു ആകാംക്ഷയാണ് കേട്ടോ. എത്ര ദിവസത്തെ അധ്വാനമാണെന്നറിയാം ബോട്ടിലായിട്ട്. ശരിക്കും ഏകദേശം ഒരു അര വർഷത്തിൽ മേളെയായിട്ടോ തുടങ്ങിയിട്ട്. പിന്നെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വച്ചിരിക്കുമായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി ഞാനത് ആക്റ്റീവായിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരാഴ്ച കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. വലിയൊരു സ്റ്റോറിയാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് അതിനകത്ത് ലൈറ്റ് ഇടാം. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ സംഭവം. എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ്സ് വേണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കെട്ടിയോനാണ് ഇത് മേടിച്ച് തന്നത്. സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. പുറകെ ഞാൻ ശല്യം ചെയ്ത് കൂടിയതാണ്, അത് വേറെ കാര്യം. ഇതെന്താണ് കെട്ടുപണഞ്ഞു? അപ്പം ഇത്രയാണ് നമ്മുടെ ലൈറ്റ്സ്. ഇത് നമുക്ക് ഇനി ആ കുപ്പിക്കകത്തേക്ക് ഇറക്കാം. ഫസ്റ്റ് നമുക്ക് തെളിയോന്ന് നോക്കാം കേട്ടോ. ഇതെന്ത് ഇവിടെ സ്വിച്ച് എവിടെ? സ്വിച്ചൊക്കെ ഓണാണല്ലോ, എന്നിട്ട് തെളിയുന്നില്ലല്ലോ. ഇത് കണ്ടോ, ഈ സാധനം എടുക്കണ്ടേ? വാവ്, ലാ 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 ലാ. ഇത് നമുക്ക് കുപ്പിക്കകത്തേക്ക് ഇടാം കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ബോട്ടിലായിട്ട് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് ലൈറ്റ്സ് ഒന്നും വിട്ട് കാണാനുള്ളൊരു ഇതുണ്ടായില്ല. ഇപ്പോഴാണ് അതിനുള്ള സെറ്റപ്പ് ഉണ്ടായത്. അപ്പം നമുക്ക് ലൈറ്റ്സ് ഇട്ട് കാണാം. നമുക്ക് ഫുള്ള് ഇറക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുപ്പി ശരിക്കും ഇത് താഴേക്ക് ഗ്ലാസ് പെയിൻറ്റ് ചെയ്തെടുത്തേക്കാണ്. മേളിലേക്ക് ത്രെഡ് ചുറ്റിയിട്ടുണ്ട്. ഈ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഫുള്ള് ലൈൻസ് നമ്മൾ ഡ്രോ ചെയ്തതാണ് കേട്ടോ. അതിനുശേഷം അത് ഉണങ്ങിയിട്ട് ഇങ്ങനെ ഒരു സൈഡ് ഞാൻ ഗ്ലാസ് പെയിൻറ്റ് ചെയ്ത് വയ്ക്കുക, അത് ഉണങ്ങിയിട്ട് പിന്നെ ഈ സൈഡ്, അങ്ങനെ നല്ല ടൈം എടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ടേബിളിലൊക്കെ വയ്ക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ പോലെ നല്ല രസമായിരിക്കും ഇതിങ്ങനെ വച്ച് കഴിഞ്ഞാൽ. കുറേ ദിവസത്തെ മെനക്കേട് പിടിച്ച പണിയാട്ടോ. കോർക്ക് പോലെ അടച്ചു വയ്ക്കാൻ കുപ്പിയുടെ മുകളിൽ ഭയങ്കര കംഫർട്ടാണ്. ഇനി നമുക്കിത് ഓൺ ചെയ്യാം. അതിനു മുമ്പായിട്ട് ലൈറ്റ് ഓഫ് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ലൈറ്റ് ഓഫ് ആവട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമല്ലേ ഇതിനകത്ത് പല കളറിൽ ഇങ്ങനെ ലൈറ്റ്സ് വരുന്നത് കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ടേബിളിലൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. രാത്രിയിൽ വേറെ ലൈറ്റ്സ് ഒന്നും ഇടരുത്. വാവ്, സൂപ്പറായിട്ടുണ്ടല്ലേ. അതുപോലെ ഒരു 3-4 ചെയ്ത് വയ്ക്കാൻ എനിക്ക് തോന്നുവാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താണേലും റെസ്റ്റോറൻറ്റിലും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ റിസോർട്ടിലൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു ക്യാൻഡിൽ ലൈറ്റ് എഫക്റ്റ് കിട്ടും. മെഴുകുതിരിയോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പല കളറിലിങ്ങനെ വെട്ടം വരുന്ന കാരണം നല്ല രസമുണ്ട് കാണാനായിട്ട്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാമെന്നുള്ളത് അല്ല കേട്ടോ. കുറച്ച് അധികം മെനക്കേടുണ്ട്. എനിവേ, മെനക്കെട്ടാലും അതിന് റിസൾട്ട് ഉണ്ട് കേട്ടോ. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നി ആ മേളിൽ ത്രെഡ് ചുറ്റി കൊടുത്തിട്ടില്ല. അത് ജസ്റ്റ് ഞാൻ പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ത്രെഡ് ചുറ്റി കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ ഒരു വൈറ്റ് പെയിൻറ്റ് കോട്ട് കൊടുത്തിട്ട് അതിന് മേളിൽ ചുറ്റിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ട് അതിന് മേളിൽ ചുറ്റിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫിനിഷിങ് ആയാനെ. അങ്ങനെ ലൈറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടല്ലോ ബോട്ടിലിൽ, അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ എന്താണേലും നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ എനിവേ, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.